ഇവിടെ ഞാനൊന്ന് മുങ്ങാങ്കുഴി ഇട്ടപ്പോ കിട്ടിയ മുതല. സ്മഗള്, ഫ്രോഡ്, ബ്രോക്കർ, എല്ലാത്തിനും പുറമെ ഒരു പിമ്പും. വന്ന് വന്ന് അവൻ ഈ കൂട്ടിക്കൊടുപ്പ് അന്തസ്സുള്ളൊരു ജോലിയാക്കി മാറ്റുവന്ന. What's wrong in that? ശരിയാ, അതിലിപ്പോ എന്തോ ഒരു തെറ്റ്. Debería feliz. El gato gruñón está encima del coche blanco. You know my family? ¿Por My qué family is estás very big gruñón? family. You Debería understand? feliz. Gato simpático, ¿por qué estás gruñón? എന്റെ കർത്താവേ, Su casa está mala, necesito una nueva ventanilla. Y su mesa está vieja. ¡Qué puta madre! Eres un culero. Cállate, pero te doy ഇല്ലെങ്കിൽ ഈ duele. കാന്താരിച്ചുകളെ എന്നെ മിണ്ടായിരടാ. എടാ മലങ്കര കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. മലപ്പുറത്തുനിന്ന് 4 മാപ്പിളമാര് വന്ന് ചങ്ങാത്തം പറഞ്ഞാലേ പിളരാനുള്ളതല്ല നമ്മുടെ പാർട്ടി. റബ്ബറിന്റെ ഒന്നും ചൂരൊക്കെ ഏറടാ, ദുബായ് കാശിനും കാഞ്ഞാണിക്കും. ഒരു കാര്യം ഓർത്തോ, നമ്മളെ പിളർന്ന മന്ത്രിസഭയൊന്നും വീഴത്തില്ല. നല്ല ഉറപ്പായിട്ടോളെ. എനിക്ക് ഒരു ചുക്കും സംഭവിക്കത്തില്ല. പിന്നെന്തുവാ, നീയൊക്കെ പുറകിലേക്ക് മലങ്കര മൂക്കിയ ഒരു വലിയ ഈ ചരിത്രമാ വീഴുന്നേ. അതും കണ്ടോണ്ട് ഞങ്ങൾ കിഴക്കൻ ക്രിസ്ത്യാനികൾ വെറുതെ ഇരിക്കത്തില്ല. അതേലും ഓർത്തോണ്ട് മോനാ നീഗ്രോ പെണ്ണിനിട്ട് ചാർത്ത്. ഇതെന്നാ പിടിവാശിയാ ജിമ്മി സാറേ ഈ കോശി സാറിന്. അപ്പം മുഴുവൻ അയാൾ തിന്നോട്ടെ, ഞങ്ങളൊന്നും പറയല. പക്ഷെ തട്ടേ പറ്റിയിരിക്കുന്ന മൊരി പോലും തരികയില്ലെന്ന് പറഞ്ഞാലോ? ഇവളുമാരോട് ചുമ്മാ ഇരിക്കാൻ പറ സാറേ. നല്ല ചിരിച്ച് സുന്ദരനായിട്ട് ആ ട്രൗസറും കൂടെ ഉണ്ടായിച്ചേക്കടാ. അയ്യോ ഊരുവാണേ. അയ്യോ, അത് ഊരല്ലേ, ഊരല്ലേ. വിചാരിച്ച പോലല്ലേ. എന്റെ കുടുംബം, അയ്യോ അയ്യോ, എന്റെ മാനം, അയ്യോ എന്റെ എല്ലാം പോവും. എന്റെ ദൈവമേ, ജിമ്മി സാറേ, ജിമ്മി സാറേ, അയ്യോ. ഇനി പിളരണോന്നോ പിളർക്കണോന്നോ തോന്നുന്നുണ്ടോ? ഇല്ല. കൊന്നുകളയും പന്നി. എടാ ജിമ്മിയേ, അവൻ അടങ്ങിയല്ലോ അല്ലേ? അതൊക്കെ അടക്കുമല്ലോ സാറേ. പിന്നെ നാളെ ബോംബെന്ന് വരുന്ന ഐറ്റംസ് ഏതാ? ഒന്ന് ഉക്രൈനും മറ്റേത് ഇറാനി ക്രോസും. ശ്ശോ, എനിക്ക് മേല. ഫ്ലൈറ്റ് ഇറങ്ങിയ നേരെ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വിട്ടേക്കണം. മറ്റന്നാളെ ഒരു ഗംഭീരം കക്ഷി വരുന്നുണ്ട്. അതാരാണാവോ? പറയാം. ജിമ്മിയാണ ആ, നീ എന്തരടെ എവിടെ? ഒരു ചെറിയ ഇടപാടെണ്ണ. നമ്മുടെ നടി സ്വപ്ന ബോംബെയിലെ ഒരു ബിസിനസ്സുകാരന് വേണ്ടി. ആ, ഇവിടൊക്കെ എത്ര മേടിക്കുന്നത്? 10 8 എൻ്റെ അമ്മ 8 ലക്ഷോ? ഇതിപ്പോൾ എത്ര ദിവസത്തേക്ക്? ദിവസമൊന്നുമില്ലണ്ണ, ഒരു പകല്. ഒരു പകലിനാ? നീ എന്തോന്നറിയ പറയുന്നത്? ഇതിന് മാത്രം ഇത് എന്തോന്ന്? ആ സ്വപ്ന തന്നെ അല്ലേ? അണ്ണാ എപ്പോഴും ഒന്നും ഇല്ലണ്ണ, ഇങ്ങനെ വല്ല ഭ്രാന്തന്മാരും വന്ന് ചാടിയാലായി. പിന്നെ ഇപ്പോഴത്തെ നടിമാർക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അണ്ണാ. വീട്ടിൽ നല്ല സ്വത്ത്, ഇഷ്ടം പോലെ വിദ്യാഭ്യാസം, ജോലിയും നല്ല വരുമാനവും. ആര് വരും? പിന്നെ ഇങ്ങനെ തെന്നിയും തെറിച്ചും പ്രാരാബ്ദവും പട്ടിണിയുള്ള ഒന്നിനെ കിട്ടിയാലായി നമ്മുടെ ലക്കി. നിനക്കിപ്പോൾ എത്ര കിട്ടും? അണ്ണാ 10%. പിന്നെ ഞാൻ മുക്കിയും മൂളി ഒന്നും ഒരൊപ്പിച്ചെടുക്കും. അണ്ണാ അണ്ണൻ്റെ ഫോറിൻ ഗേൾസിൻ്റെ ഗ്യാങ്ങിൽ നമ്മുടെ കൂടെ ഒന്ന് ചേർക്കട്ടെ. നമ്മുടെ കൂടെ ഒന്ന് നീ ആദ്യം മലയാളീസിനെ കംപ്ലീറ്റ് പിഴപ്പീര്, എന്നിട്ട് നമുക്ക് പതുക്കെ ഇതിലോട്ട് ചാടാം. അണ്ണാ നന്നായിട്ട് പണിയെടുത്ത് ഉയർന്നു വാ. ദൈവം അനുഗ്രഹിക്കട്ടെ. എടാ, ഇത്രയും വികസനം നടക്കുന്ന വേറൊരു നാടുണ്ടോ? എയർപോർട്ടിന്റെ കാര്യം നീ എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഓക്കെ, ചാച്ച ഞങ്ങൾ ഇറങ്ങുവാ.
എടാവേ, നീ ആ നോയിഡയിലെ ഏതോ നൈറ്റ് ക്ലബിൽ കയറി എന്നാ കുന്തോ കാണിച്ചേ? ഡൽഹി ടൈംസിലെ പേജ് 3 വാർത്തയായിരുന്നത്. ഞാനൊരു DJ നൈറ്റിന് ഗ്രൂവ് ചെയ്യാൻ. കുഞ്ഞെ, നിനക്ക് യോ ബ്രോ ഡ്യൂഡ് ഇതൊന്നും വരത്തില്ല. കാരണം ബേസിക്കലി നീ ഒരു അപ്ലാങ്കിയ. നമുക്ക് വല്ല ചവിട്ട് നാടകമോ മാർഗം കളിയോ ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങ് ചുറ്റി കളിച്ചാ പോരായോ? എന്റെ കർത്താവ്, ഏത് നേരത്താണോ ഇവനെ ഡൽഹിക്ക് വിടാൻ എനിക്ക് തോന്നിയത്. ചാച്ചാ, ഞാൻ ആ റേഞ്ച് റോവർ എടുക്കുവാണേ. മറ്റേ വണ്ടി ഇവിടെ ഇട്ടേക്കാം. എന്റെ കൊച്ചേ, നീ എന്നാ വേണമല്ലോ എടുത്തു. ഇവനെ അങ്ങ് വിളിച്ചോണ്ട് പോയാ മതി. വാ. എനിക്കെങ്ങനാടോ ഇങ്ങനൊരുത്തനുണ്ടായേ? എനിക്കറിയില്ല സാർ, സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഗാന്ധിജിയെ കണ്ടപ്പോ എന്തിനാ ലീഡറിന്റെ കണ്ണ് നിറഞ്ഞത്? ശീലം. അല്ല, ഇത് ഗാന്ധിജി തന്നെയാണോ? പിന്നെ തൊപ്പി വെച്ച ഗാന്ധി ഗാന്ധി അല്ലാതാവോ? ഈ അറിവില്ലാത്തവനോട് പൊറുക്കണേ ബാപ്പുജി. നീ കാര്യം പറ കമല, എന്താ ഞങ്ങളുടെ അത്യാവശ്യ സഹായം വേണമെന്ന് പറഞ്ഞ്? എനിക്ക് പ്രസവിക്കണം. അയ്യോ, അത് നീ തന്നെ ചെയ്യണം. നമുക്കതിനകത്ത് കയറിയൊന്നും. സോഫി, ഐ എം സീരിയസ്. എനിക്കൊരു കുഞ്ഞിനെ വേണം, പക്ഷെ കല്യാണം കഴിക്കണ്ട. ലിവ് ഇൻ റിലേഷൻഷിപ്പാ? അയ്യോ, ആണുങ്ങളെ വേണ്ട. ഐ ഹാഡ് ഇനഫ്. ആണുങ്ങളില്ലാതെ പാടാണ്. ഐ എം ഗോയിങ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇഞ്ചക്ഷൻ ചെയ്താ കുട്ടികളുണ്ടാവോ? ഇഞ്ചക്ഷൻ അല്ലടി, ഇൻസെമിനേഷൻ. ഈ കന്നുകാലികൾക്കൊക്കെ ചെയ്യുന്ന പോലെ. ഓ, ഈ പട്ടികളൊക്കെ ചെയ്യണ മാതിരി അല്ലേ? പട്ടി കന്നുകാലിയാണോ പോത്തെ? അല്ലേ? സി, ഓൺ എ സീരിയസ് നോട്ട്, ഈ കാണുന്ന സ്വത്തുവകകൾക്കുള്ള ഏക അവകാശിയാണ് നീ, അതും ഒരു പത്രസ്ഥാപനം ഉൾപ്പെടെ. ആൻഡ് യുവർ കിഡ് ഈസ് ഗോയിങ് ടു ബി ദ സോൾ ഇൻഹെറിറ്റർ. സോ അങ്ങനെ സ്പേം ഒന്നും നീ സ്വീകരിക്കില്ലെന്നറിയാം. ആ സർപ്രൈസ് പൊട്ടിക്കാനാ ഞങ്ങൾ എല്ലാരെയും വിളിച്ചെന്നും അറിയാം. നൗ ടെൽ, ഹൂ ഇസ് ദ മാൻ? ഞെട്ടി പൊട്ടാൻ റെഡിയായിക്കോ? സമദ് ഖാൻ. ഏത്? നമ്മുടെ തോപ്പുംപടിയിലെ സമദാ? ജിം ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമല്ല സമദ് എന്ന പേര്. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം ടോക്കിംഗ് അബൌട്ട് the Samad Khan, Bollywood's Badshah. Everything in Bollywood has a market. बाल से लेके नाखून तक का वैल्यू है, और बॉलीवुड का राजा समद खान की शरीर का एक एक अंग कीमती है. So, मार्केट है तो वैल्यू है, और वैल्यू है तो बिकता है. Yes sir. Hand this over safely. समद के बच्चों का मामला है यार. Star kids, you know. Okay boss. ഓ, നമ്മുടെ ഹിന്ദി. അയാളുടേത് നീ എവിടുന്ന് ഒപ്പിക്കും? ഒപ്പിക്കണ്ട, പുള്ളി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാ? കഴിഞ്ഞ തവണ ഡയന ചേച്ചി ലണ്ടനിൽ നിന്ന് വന്നപ്പോഴാ പറഞ്ഞത് അവിടുത്തെ സ്റ്റീൽ മാഗ്നറ്റിന്റെ പേരക്കുട്ടിക്ക് സമദ് ഖാൻ ആയിരുന്നു സ്പേം ഡോണർ ഫോർ എ വോപ്പിംഗ് എമൗണ്ട്. പക്ഷേ ഇന്ത്യൻസിന് പുള്ളി ഒരു ഡിസ്കൗണ്ട് റേറ്റിന് റെഡിയാ. അതൊക്കെ അറേഞ്ച്ഡാ. നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ സമദിന്റെ ബോഡി ഗാർഡ് ഇവിടെ സാധനം എത്തിക്കും. ഇവളുടെ കന്നതിരിവിനെ കുറിച്ച് അമ്മമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇവളുടെ കൂടെ തന്നെയാ. സാമ്പത്തികമായി വെല്ലോഫ് ആണെങ്കിൽ ഒരു സ്ത്രീക്ക് പുരുഷനില്ലാതെ ജീവിക്കുന്നത് തന്നെയാ ബെറ്റർ ഓപ്ഷൻ. അമ്മയാകാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരുത്തന്റെ ക്ലച്ചസിൽ കിടക്കേണ്ട കാര്യമില്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാ നല്ലത്. എന്റെ ഒന്നും ടൈമില് സയൻസ് ഇത്രയും പുരോഗമിച്ചിട്ടില്ലായിരുന്നല്ലോ. മൈ ബാഡ് ലക്ക്. എടി, നിനക്ക് ഹിന്ദി നടനെ തന്നെ വേണോ? മലയാളി ആക്ടേഴ്സ്? ഓ, ഇവിടുത്തെ നടന്മാരൊന്നും പോരാ. എന്റെ പരിമല പുണ്യാള, ഈ ഇഞ്ചക്ഷനെ പറ്റി എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ആ പൊട്ടന്റെ പിള്ളേരെ എന്റെ വയറ്റിൽ ചുമക്കേണ്ടി വരില്ലായിരുന്നല്ലോ.